ഓട്ടോ തൊഴിലാളികൾ തമ്മിൽ സംഘർഷം. ഓട്ടോ ഡ്രൈവറായ സുനിൽ ഇജെക്ക് അക്രമത്തിൽ പരിക്കേറ്റു. സംഘർഷത്തിൽ പ്രതിഷേധിച്ച് സംയുക്ത ഓട്ടോ തൊഴിലാളി യൂണിയൻ പൂപ്പറമ്പിൽ പണിമുടക്ക് നടത്തി. പൂപ്പറമ്പിൽ പാർക്ക് ചെയ്ത് സർവീസ് നടത്താത്ത ഓട്ടോറിക്ഷ ഇന്നലെ വിഷുദിനത്തിൽ പൂപ്പറമ്പിൽ ഓട്ടോ പാർക്ക് ചെയ്യുകയും സർവീസ് നടത്തുകയും ചെയ്തു. തെറ്റേൽ റോയി എന്ന വ്യക്തിയാണ് സർവീസ് നടത്തിയത്. പൂപ്പറമ്പിൽ സർവീസ് നടത്തുന്ന സുനിൽ ഇജെ ഇതിനെതിരെ ചോദ്യം ചെയ്യുകയും ഇത് തർക്കത്തിൽ കലാശിക്കുകയും ചെയ്തു. കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകരായ ഓട്ടോ തൊഴിലാളികളോടും ഇയാൾ കയർത്ത് സംസാരിക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് യൂണിയൻ അംഗങ്ങൾ കുടിയാമല പോലീസിൽ വിവരമറിയിക്കുകയും തെറ്റേ റോയിയുടെ ഓട്ടോറിക്ഷ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. ഇതിന്റെ വൈരാഗ്യത്തിൽ ഇയാൾ ഉച്ചയോടെ ഓട്ടോ സ്റ്റാൻഡിൽ എത്തുകയും സുനിൽ ഇജെയോട് കയർത്ത് സംസാരിക്കുകയും ചെയ്തു. പെട്ടെന്ന് ഒരു പ്രകോപനവുമില്ലാതെ സുനിൽ ഇജയെ അടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തു എന്ന് സുനിൽ ഇജെ പരാതിയിൽ പറയുന്നു. ഇയാൾ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. ഇതിനെതിരെ സുനിൽ ഇജെ കുടിയന്മല പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഞാൻ പൂപ്പറമ്പ് സ്റ്റാൻഡിൽ ഓട്ടോ ഓടുന്ന തൊഴിലാളിയാണ്. ഇന്നലെ അവിചാരിതമായിട്ട് നമ്മുടെ സ്റ്റാൻഡിൽ ഒരു ഓട്ടോറിക്ഷ കൊണ്ടുവന്ന് വെക്കുകയും അതിന് സാധാരണ സ്റ്റാൻഡിൽ വെക്കാത്ത വണ്ടിയാണ്. അവന് പേപ്പറുകളോ കാര്യങ്ങളോ ഒന്നും ക്ലിയർ ഇല്ലാത്ത വണ്ടിയാണ്. അതിനാൽ അവനെ സ്റ്റാൻഡിൽ വെക്കലില്ല. ഇന്നലെ അവൻ അവിചാരിതമായിട്ട് സ്റ്റാൻഡിൽ കൊണ്ടുവന്ന് വണ്ടി വെക്കുകയും യൂണിഫോം ഇല്ലാതെ പേര് ഞാൻ യൂണിഫോം ചോദിക്കുകയും ചെയ്തു. കാരണം നമ്മുടെ സ്റ്റാൻഡിൽ ഒരു നിയമമുണ്ട്, യൂണിഫോം കൃത്യമായിട്ട് വേണം. അതേപോലെ മദ്യപിച്ച് വണ്ടി ഓടിക്കാൻ പാടില്ല, പേപ്പർ ക്ലിയർ ഉണ്ടായിരിക്കണം, ക്യൂ സിസ്റ്റം തെറ്റിക്കാൻ പാടില്ല. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ പെനാൽറ്റി കൊടുക്കാറുണ്ട്. പേപ്പർ ക്ലിയറിൽ ഒരു കാരണവശാലും നമ്മൾ വണ്ടി സ്റ്റാൻഡിൽ വെക്കാൻ വിടുന്നതല്ല. അതെല്ലാം തെറ്റിച്ച് ഇന്നലെ യൂണിഫോം ഇല്ലാണ്ടാവും വണ്ടി സ്റ്റാൻഡിൽ വെക്കുകയും ഞാനത് ചോദിക്കുകയും ചെയ്തതിന്റെ വക അതിനാ ഓട്ടം പോയിട്ട് തിരിച്ചു വന്നിട്ട് എന്നെ പൂരം ചീത്ത പറയും. നീ ആരാണ് ഇത് ചോദിക്കാൻ? ഞാൻ ചിലപ്പോൾ ഷർട്ട് ഇട്ടിട്ടോടും നിക്കർ ഇടാണ്ടോടും. നീ ആരാ ഇത് ചോദിക്കാൻ എന്നൊക്കെ പറഞ്ഞ് പൂരം ചീത്ത പറയലും പ്രവർത്തനമായിരുന്നു. മറ്റ് സഹപ്രവർത്തകരോടും ഇവൻ കയറി ഓർത്തു. അപ്പോൾ അവരും പറഞ്ഞു, നീ കാണിക്കുന്നത് ശരിയല്ല, വണ്ടി സ്റ്റാൻഡിൽ നിന്ന് മാറ്റി വെക്കണം, നിന്റെ പേപ്പർ ക്ലിയർ ഇല്ലെങ്കിൽ യൂണിഫോം ഇല്ലെങ്കിൽ വണ്ടി സ്റ്റാൻഡിൽ വെക്കരുത് എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എന്നാ ചെയ്യാൻ പറ്റുന്നെന്ന് വെച്ച് ചെയ്യുക, എന്റെ വണ്ടിക്ക് പേപ്പർ ഇല്ലാത്തതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ ഇവിടെ തന്നെ വെക്കും എന്നും പറഞ്ഞ് വണ്ടിക്കാരോട് എല്ലാവരോടും ദേഷ്യപ്പെടുകയും ഒച്ചയിടുകയും തെറി പറയുകയും ചീത്ത പറയുകയും എല്ലാം നടത്തിയവൻ. അതിനുശേഷം ഇവൻ വണ്ടി സ്റ്റാൻഡിൽ വെച്ചിട്ട് ഒന്നുമല്ലാത്ത വിധത്തിൽ സ്റ്റാൻഡിൽ നടുക്ക് വണ്ടി വെച്ചിട്ട് ഇവൻ കുടിച്ച് മതാത്മത്തനായിട്ട് വീട്ടിൽ പോയി കിടന്നുറങ്ങുക ചെയ്തത്. ആ സമയത്ത് പോലീസ് സ്റ്റേഷനിൽ പോലീസുകാരെ യൂണിയൻകാർ ഇടപെട്ട് യൂണിയൻകാർ വിളിച്ചു പറഞ്ഞിട്ട് പോലീസുകാർ വന്ന് വണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുകയുണ്ടായി. അത് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടാണെന്നും പറഞ്ഞുകൊണ്ട് ഒരു 12 മണി സമയത്ത് അവൻ വീണ്ടും സ്റ്റാൻഡിൽ വരികയും എന്നോട് കോർത്ത് ഇവൻ എന്നോട് പറയുന്നു, നീ കാരണമാണ് എൻ്റെ വണ്ടി സ്റ്റേഷനിലെത്തിയെന്ന് പറയുകയും ഞാൻ അതിനോട് അപ്പോഴും പറയുന്നുണ്ട്, ഞാൻ വിളിച്ചു പറഞ്ഞിട്ടില്ല, എനിക്കറിയത്തില്ല, ഞാൻ അതിനകത്ത് ആളല്ല എന്ന് പറയുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ 2-3 പേരിരുന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് ഇവൻ ഇത് വന്നിട്ട് പറയുന്നതും പ്രവർത്തിക്കുന്നതും. അപ്പോൾ ഇവൻ കൈ ചുരുട്ടിപ്പിടിച്ച് പെട്ടെന്ന് ഒരു പ്രകോപനവും ഇല്ലാതെ കൈ ചുരുട്ടിപ്പിടിച്ച് എൻ്റെ ഇടത്തെ ചെവി കണ്ണും കൂട്ടിയിട്ട് ഇടിക്കുക ചെയ്ത് 2-3 ഇടി ഇടിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് സെക്കൻഡുകൾ കൊണ്ട് ഒരു മുന്നറിയിപ്പും ഇല്ലാത്ത രീതിയിലാണ് ഇവൻ പ്രവർത്തിച്ചത്. അപ്പോഴത്തേക്കും ഞാൻ കൈക്ക് 3ാമത്തെ ഇടിയായപ്പോഴത്തേക്കും ഞാൻ കൈക്ക് തടഞ്ഞു. അങ്ങനെ കൈക്ക് ക്ഷതമേറ്റു. അപ്പോൾ പയ്യൊരു അന്നേരം തന്നെ ആൾക്കാർ മറ്റു സഹപ്രവർത്തകർ പിടിച്ചതിനെ മാറ്റുകയും പിന്നെയും ഇവൻ അവിടെ കിടന്നപ്പോൾ ഘോരം ഭയങ്കര ഭീഷണി മുഴക്കലും ഒക്കെ അവരോടും ഭീഷണി മുഴക്കി. നിങ്ങളെ ഒത്തിരി ഇവിടെ വെക്കാൻ പിടിയല്ല, ജീവിക്കാൻ പിടിയല്ല, നിങ്ങൾ തല്ലും എന്നും പറഞ്ഞുകൊണ്ട് അവരോടും ഒച്ചപ്പാടൊക്കെ ആക്കിയവൻ അവസാനം പിടിച്ചൊക്കെ മാറ്റിവിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി, പയ്യാവൂർ ഹോസ്പിറ്റലിൽ പോയി എക്സ്റേ ഒക്കെ എടുത്തപ്പോൾ ബ്രെയിൻ ബോണിന് ഫ്രാക്ചർ ഇല്ലാന്ന് കണ്ടു. അപ്പൊ അവിടെ ഓർത്തോ ഡോക്ടർ ഇല്ല. അത് ഞാൻ അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം ഇവിടെ എത്തുന്നത് എനിക്ക് കൈക്ക് നല്ല വേദനയായി. നേരെ കരുവഞ്ചാലി ഹോസ്പിറ്റലിൽ പോയി, അവിടെ ഓർത്തോ ഡോക്ടർ ഉണ്ടായിരുന്നു. ആ ഓർത്തോ ഡോക്ടറെ കാണിച്ച് CT സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ 3 ബോണിന് പൊട്ടുണ്ട്. അങ്ങനെ പ്ലാസ്റ്റർ ഇട്ടിട്ട് ഇപ്പം വിശ്രമത്തിലാണ്. സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം സ്റ്റേഷനിൽ പോയിട്ട് ഞങ്ങളിപ്പോൾ തിരിച്ച് വീട്ടിലെത്തിയതേ ഉള്ളൂ. ഞങ്ങളുടെ സഹപ്രവർത്തകർ കുറെ പേരുണ്ടായിരുന്നു. ഇന്ന് ഞങ്ങൾ ഒരു ദിവസം ഇവിടെ മൊത്തം സംയുക്ത ഓട്ടോ തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ ഇവിടെ ഇന്ന് പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.